Good afternoon, sir. Yes, good afternoon, Ajay. Sorry, sir. Akshay Krishnan. Renda phone കാണുന്നത്. Okay, okay. എന്റെ ഫോൺ കംപ്ലൈന്റ് ആയി. No? ഫോൺ കംപ്ലൈന്റ് ആയി. Oh, yes. Okay, okay, okay. Yes. അജയുടെ നാട് എവിടെയാണ്? അക്ഷയുടെ നാട് എവിടെയാണ്? പറളി. പാലക്കാട് പറളി. പാലക്കാട്. Okay, okay, okay. Okay. Good afternoon to all. Let's start. Yes, sir. Okay, okay, okay. Right. So we were discussing about the tense, and we told you, and I told you that simple present tense. അപ്പോൾ സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ ഹാബിച്വൽ ആക്ഷൻ ആണ് എന്ന് നമ്മൾ പറഞ്ഞു. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത്. അപ്പൊ സിമ്പിൾ പ്രസന്റിന്റെ പോസിറ്റീവ് ആയിട്ടുള്ള സെന്റൻസുകളെ കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. ഓക്കെ, ഇത് നമുക്ക് അതിന്റെ നെഗറ്റീവ് സെന്റൻസിനെ കുറിച്ച് നോക്കാം. അപ്പോ വി ഡിസ്കസ്ഡ് സബ്ജക്റ്റ് പ്ലസ് വെർബ്, വെർബിന്റെ പ്രസന്റ് ടെൻസ് നമ്മൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് സിമ്പിൾ പ്രസന്റ് ടെൻസ് നമ്മൾ പറയും. അതിന്റെ നെഗറ്റീവ് വാചകങ്ങളെ കുറിച്ച് നമ്മൾ പറയും. നെഗറ്റീവ് വാചകം കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് പോസിറ്റീവ് ആണ്. ഇതിന്റെ നെഗറ്റീവ് വാചകങ്ങൾ നമ്മൾ പറയുന്നു. അപ്പൊ അത് നെഗറ്റീവ് വാചകങ്ങൾ എഴുതാൻ വേണ്ടിയിട്ട് ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വരാറുണ്ട്, പോകാറുണ്ട്, ചാടാറുണ്ട് എന്ന് നമുക്ക് പറയാം. അതിന്റെ നെഗറ്റീവ് വരാറില്ല, പോകാറില്ല, നടക്കാറില്ല, കുടിക്കാറില്ല, ഉറങ്ങാറില്ല, പഠിക്കാറില്ല, പഠിപ്പിക്കാറില്ല. ആ രീതി പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന കാര്യം അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഒന്നിലേക്ക് ഡു നോട്ട് ചേർക്കുക, അതല്ലെങ്കിൽ ഡസ് നോട്ട് ചേർക്കുക. ഡു നോട്ട് ഓർ ഡസ് നോട്ട് നമുക്ക് അറിയാവുന്നതാണ്. സബ്ജക്ട് സിംഗുലർ ആണെങ്കിൽ ഡസ് നോട്ട് എന്നും സബ്ജക്ട് പ്ലൂറൽ ആണെങ്കിൽ ഡു നോട്ട് എന്നും ചേർക്കുക. യെസ്. അപ്പൊ നമുക്ക് വാചകങ്ങളിലേക്ക് വരാം. അപ്പോ നമ്മൾ പറഞ്ഞു സബ്ജക്റ്റ് പ്ലസ് വെർബിന്റെ പ്രസന്റ് ടെൻസ് ആണ് സിമ്പിൾ പ്രസന്റ് എന്ന് പറഞ്ഞു. അതിനെ തൊട്ട് മുന്നിൽ ഒരു ഡു നോട്ട് ചേർത്ത്. ഐ ഡ്രിങ്ക്, ഞാൻ കുടിക്കാറുണ്ട്. ഐ ഡു നോട്ട് ഡ്രിങ്ക്, ഞാൻ കുടിക്കാറില്ല. ഷീ സ്ലീപ്സ്, അവൾ ഉറങ്ങാറുണ്ട്. ഷീ ഡസ് നോട്ട് സ്ലീപ്, അവൾ ഉറങ്ങാറില്ല. ഒന്നില്ലെങ്കിൽ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ചേർത്ത് കഴിയുമ്പോൾ പതിവായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യമാണ് പറയുന്നത്. പതിവായിട്ട് നമ്മൾ ചെയ്യാതിരിക്കുന്ന ഒരു കാര്യം. ഐ ഡു നോട്ട് സ്കോൾഡ്, ഞാൻ ആരെയും വഴക്ക് പറയാറില്ല. ഐ ഡു നോട്ട് യൂസ് മൊബൈൽ ഫോൺ, ഞാൻ മൊബൈൽ ഫോൺ ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് ആൽക്കഹോൾ, ഞാൻ ആൽക്കഹോൾ ഉപയോഗിക്കാറില്ല. ഐ ഡു നോട്ട് യൂസ് വെജിറ്റേറിയൻ ഫുഡ്, ഞാൻ വെജിറ്റേറിയൻ ഫുഡ് ഉപയോഗിക്കാറില്ല. യെസ്. ഐ ഡു നോട്ട് ഗെറ്റ് അപ്പ് ഏർലി ഇൻ ദ മോർണിംഗ്, ഞാൻ അതിരാവിലെ എഴുന്നേൽക്കാറില്ല. യെസ്. അപ്പൊ ഇനി നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ പതിവായിട്ട് ചെയ്യാതിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ നിങ്ങൾ കണ്ടുപിടിക്കും. അതിന്റെ മുന്നിൽ ഡു നോട്ട് ചേർത്ത് പറഞ്ഞു കഴിയുമ്പോൾ അതൊരു ഹാബിച്വൽ ആയിട്ടുള്ളൊരു സംഭവമായിട്ട് മാറി. യെസ്. നിങ്ങൾ നോക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ചെയ്യാത്ത 5 കാര്യം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ നോക്കിയത് നമ്മൾ ചെയ്യുന്ന 5 കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഇന്ന് നമ്മൾ പറയുന്നത് നമ്മൾ ചെയ്യാത്ത 5 കാര്യങ്ങളെ കുറിച്ച്. യെസ്. അപ്പൊ ദിവ്യ, ഇവരറ്റത്ത് ഞാൻ ആരംഭിച്ചതാണ്. ദിവ്യ,
ആർക്കെങ്കിലും ഞാൻ പറയാമെന്നുള്ളവർക്ക് മെസ്സേജ് കേട്ടോ. ഹലോ സർ. പറഞ്ഞോളൂ ദിവ്യ. ദിവ്യ Good afternoon. ചെയ്യാത്ത ജീവിതത്തിൽ പ്രാമുഖ്യമാക്കാത്ത 5 കാര്യങ്ങളില്ലേ? Good afternoon. 5 കൂടുതലുണ്ടാവും. എന്തായാലും 5 പിടിക്കാം. യെസ്. ആ ഡു നോട്ടിന്റെ കൺസ്ട്രക്ഷൻ മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. പറഞ്ഞോളൂ ദിവ്യ. So, can you give me 5 minutes to think? പറഞ്ഞോളൂ. 5 മിനിറ്റ് തരുമോ എനിക്കൊന്ന് ചിന്തിക്കാൻ? സെന്റൻസ് ഓക്കെ ഓക്കെ. അപ്പൊ കൃഷ്ണപ്രിയ പറയുന്നു ഐ ഡു നോട്ട് റീഡ് ബുക്ക് ഡെയിലി. കൃഷ്ണപ്രിയ കറക്റ്റ് ആണ്. യെസ്. I do not കൃഷ്ണപ്രിയക്ക് മൈക്ക് ഓൺ ആക്കി പറഞ്ഞോളൂ. എല്ലാവർക്കും അതൊരു ധൈര്യമാവട്ടെ, ഒരു ഇൻസ്പിറേഷൻ ആവട്ടെ. കൃഷ്ണപ്രിയ. Hello, sir. പറഞ്ഞോളൂ കൃഷ്ണപ്രിയ. കൃഷ്ണപ്രിയ പറഞ്ഞോളൂ. Hello. ഐ ഡു നോട്ട് റീഡ് ബുക്സ് എവരി ഡേ. പറഞ്ഞു കറക്റ്റ്. പിന്നെ I do not watch TV daily. I do not watch TV daily. Correct. Okay. I do not play games daily. I do not play games daily. Okay. I do not cook daily. I do not cook daily. I will cook once in a week. Okay. Okay. That's it, sir. That's. Very good. Okay. Thank you, sir. Thank Okay. you. Welcome. ദിവ്യക്ക് നെറ്റ്വർക്കിന്റെ പ്രശ്നമാണ്. Yes. Okay. No problem. Yes. അപ്പൊ പൊന്നു, നിങ്ങൾ ചെയ്യാത്ത 5 കാര്യങ്ങൾ പറയൂ. ഇതിനോടുള്ള കൺസ്ട്രക്ഷൻ കറക്റ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. യെസ്. രാജി എസ് പിള്ളை. Yes, sir. യെസ്. ഒരു 5 ഐറ്റംസ് രാജി എന്ന് പറഞ്ഞാൽ ഇതിപ്പോ ജീവിതത്തിൽ വേണമെന്നില്ല, ചുമ്മാ ഡു നോട്ട് വന്നാൽ മതി. ഡു നോട്ട് വരുന്നത് 5 വാക്ക്. I do not like daily washing. ഇത് ഓളിയത്തിൽ പറഞ്ഞു കേട്ടോ ശബ്ദം. I do not like washing. യെസ്. യെസ് പറഞ്ഞോളൂ. ഒരു 2 minutes, sir. ഓക്കെ. യെസ്. ഒന്നുകൂടെ ആലോചിച്ചോളൂ. ഓക്കെ. രമ്യക്ക് പറയാമോ 5 സെന്റൻസ്? യെസ്. നൗഷാദ് പറഞ്ഞോളൂ. I did not regularly walking. I do not Regularly walking. I do not വരെ കറക്റ്റ് ആയി. ബാക്കി യെസ്. നൗഷാദ്. യെസ്. നെറ്റ് ഇഷ്യൂ എന്ന് തോന്നുന്നു. ഓക്കെ. റീജ. യെസ്. ഞാൻ ഈ ഓരോരുത്തരും വിളിച്ചുകൊണ്ടിരിക്കുന്ന ആരും റിയാക്ട് ചെയ്യുന്നില്ല. യെസ്. താര വിജയ്. സർ. പറഞ്ഞോളൂ. താര വിജയ് ഒരു മിനിറ്റ്. ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട് സർ, പറ്റുന്നുണ്ട്. എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടോ? ഇല്ല, കുറവില്ല, ക്ലാരിറ്റി കുറവില്ല. ക്ലിയർ ആയിട്ട് കേൾക്കാം സർ. ഓക്കെ. Yes. I do not read newspaper daily. I do not read a newspaper daily. Correct. I do not cook daily. Okay, Dinisha. I do not cook daily. Yes. Once in a monthly once. 10 തവണ. അതായത് ചെയ്യാറില്ല. Do not. മാത്രം. I do not read books
യെസ്. കിട്ടുന്നില്ല സാർ, ഇത്രയൊക്കെ തന്നെ ഉള്ളൂ സാർ. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് ചെയ്യാൻ പറ്റാത്ത, ചെയ്യാതിരിക്കുന്ന ഒരു 5 കാര്യങ്ങൾ നമുക്ക് ഇംഗ്ലീഷിലേക്ക് നമുക്ക് പറയാം. ഐ ഡു നോട്ട് കുക്ക് ഡെയിലി, ഐ ഡു നോട്ട് റീഡ് ന്യൂസ് പേപ്പർ ഡെയിലി, ഐ ഡു നോട്ട് വാച്ച് TV ഡെയിലി. യെസ്. ഐ ഡു നോട്ട് വാഷ് മൈ റൂം ഡെയിലി, ഐ ഡു നോട്ട് വാഷ് മൈ ക്ലോത്ത്സ് ഡെയിലി. ഇത് എടുക്കാൻ ഇഷ്ടംപോലെ. പേടിച്ചിട്ടാ സാർ, പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ ഓക്കെ. അങ്ങനെ ആലോചിക്കുന്നത് റിലാക്സ് ചെയ്യും, മൈൻഡിനൊക്കെ റിലാക്സ് ചെയ്യും. അത് കഴിഞ്ഞതിന് ശേഷം പറഞ്ഞാൽ മതി. റിലാക്സ്. ഐ ഡു നോട്ട് I do not play games daily. I do not play games daily. Yes. I do not wash my dress daily. Okay. I do not attend online class daily. Ayyo. Yes. Okay. Okay. That is very good. Very good. Very good. Okay. Rajesh Pillai, are you ready? I do not like washing. I do not eat snacks daily. I do not eat. Correct. I do Okay. I do not walk daily. I do not travel daily. I do not drink tea. Okay. 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 Very good, Rajesh. Very good. Very good. Sabira. Sabira ഒക്കെ പറയാമോ? Sabira ചെയ്യാതിരിക്കുന്ന 5 കാര്യങ്ങൾ ദൂരോട്ട് വെച്ചിട്ട്. Yes. Do not വെച്ച് പറയാനായിട്ട്. Yes. Hello, sir. പറഞ്ഞോളൂ സബീന, പറഞ്ഞോളൂ. ഷബീന പറഞ്ഞോളൂ. I do not meet my friend daily. I do not meet my friend daily. അത് നല്ല നല്ല വെറൈറ്റി ഉണ്ട്. കാരണം ഞാൻ എന്റെ ഒരു സുഹൃത്തിനെ എല്ലാ ദിവസവും കാണാറില്ല. Yes, very good. I do not eat chicken in daily. I do not eat chicken daily. Correct. I do not eat breakfast in daily. അത് കറക്റ്റ് ആണ്. സബീന ചെയ്യാത്ത കാര്യമാണ്. അല്ല, ഞാൻ പറഞ്ഞു പറഞ്ഞതാണ്. ചെയ്യാറില്ല. ഓക്കെ ഓക്കെ. അതിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞോക്കിയാണ്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. യെസ്. I do not take breakfast daily. അത്രേ ഉള്ളൂ. അത്രേ ഉള്ളൂ. അപ്പൊ ഈ ഇടയ്ക്ക് ചെയ്യാറുണ്ടെന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പറയാണ്, ബ്രേക്ക്ഫാസ്റ്റ് ഡെയിലി ചെയ്താലും മുടക്കാൻ പാടില്ല കേട്ടോ. അത് കറക്റ്റ് ആയിട്ട് കഴിച്ചേക്കണം. ബാക്കി നിങ്ങൾ ഉച്ചയ്ക്ക് കഴിച്ചില്ലെങ്കിലും വൈകുന്നേരം കഴിച്ചില്ലെങ്കിലും നമുക്ക് പിടിച്ചു നിൽക്കാം. പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടന്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇമ്പോർട്ടന്റ്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഭക്ഷണങ്ങൾ തമ്മില് ഉള്ള ഗ്യാപ്പ്, 2 ഭക്ഷണങ്ങൾ തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ്. രാവിലെ നമ്മൾ 8 മണിക്ക് ഭക്ഷണം കഴിച്ചു, 1 മണിയാകുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ 12 മണിയാകുമ്പോൾ നമുക്ക് ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഒരു 4 മണിക്കൂറാണ് നമുക്കൊരു ഗ്യാപ്പ്. അത് കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കുന്നത്. ഇതിന്റെ ഇടയിൽ ചിലപ്പോൾ ഒരു 11 മണിയാകുമ്പോൾ ലൈറ്റ് ആയിട്ട് വേറെ എന്തെങ്കിലും കഴിക്കും. പിന്നെ ഉച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ കഴിക്കുന്നത് ഓക്കെ ഓക്കെ കൃഷ്ണപ്രിയ, വീണ്ടും നമ്മൾ കഴിക്കുന്നത് വൈകുന്നേരം സ്നാക്സ് കഴിക്കും. അത് കഴിഞ്ഞ് രാത്രി ഭക്ഷണം കഴിക്കും. അപ്പൊ രാത്രി ഭക്ഷണം നിങ്ങൾ രാത്രി ഒരു 8 മണിക്ക് കഴിക്കുമെന്ന് വിചാരിക്കും. 8 മണിക്ക് കഴിച്ചു. പിന്നെ 10, 11, 12, 1, 2, 3, 4, 5, 6, 7, 8 11 മണിക്കൂറിന് ശേഷമാണ്, ഗുഡ് ആഫ്റ്റർനൂൺ പ്രമിത, ശേഷമാണ് പിന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ ഈ 11 മണിക്കൂർ നമ്മൾ എന്ത് ചെയ്യേണ്ടത്? വി ആർ ടേക്കിംഗ് ഫാസ്റ്റ്. ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉപവാസമാണ്. അപ്പൊ 11 മണിക്കൂറിന്റെ ഉപവാസം നമ്മൾ അവസാനിപ്പിക്കുന്നത് രാവിലെ കഴിക്കുന്ന ഭക്ഷണത്തോട് കൂടിയിട്ടാണ്. അപ്പൊ വി ആർ ബ്രേക്കിംഗ് ദ ഫാസ്റ്റ്. ദാറ്റ് ഈസ് കോൾഡ് ബ്രേക്ക്ഫാസ്റ്റ്. അതൊരിക്കലും നിങ്ങൾ മുടക്കാൻ പാടില്ല. രാവിലത്തെ ഭക്ഷണം. ഓക്കെ ഓക്കെ ഓക്കെ. ബാക്കിയൊക്കെ നിങ്ങൾക്ക് വീട്ടിൽ ഒരു വഴക്കാണെങ്കിലും ഒന്ന് തരം പിടിക്കുകയാണെങ്കിലും വേണമെങ്കിൽ ഉച്ചക്കോ വൈകുന്നേരം ഒന്ന് പിടിച്ചിട്ടോ രാത്രി രാവിലെ കൊടുക്കാതിരിക്കും. ഓക്കെ ഷാബിന, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. യെസ് കൃഷ്ണപ്രിയ. ഓക്കെ വൈഷ്ണവിക്ക് പറയാമോ? യെസ്, ഞാൻ പറയാമെന്ന് പറഞ്ഞ ആരും മെസ്സേജ് ഇടുന്നില്ലല്ലോ. യെസ്
ഇതിന് മുമ്പുണ്ടായ ബാച്ചിൽ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ അവർ മെസ്സേജ് വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ പറയാം അടുത്ത നെക്സ്റ്റ് ഞാൻ പറഞ്ഞു വരെ. യെസ്, ഇതുവരെ നിങ്ങളിൽ നിന്ന് അങ്ങനെ വന്നിട്ടില്ല കേട്ടോ. Sir. Sir. ഓക്കെ. I do not properly eating food daily. ഓക്കെ. അപ്പൊ അത് നമുക്ക് കറക്റ്റ് ആണ് പറഞ്ഞത്. അത് നമുക്ക് മാറ്റിയില്ല. ഐ ഡു നോട്ട് ഈറ്റ് പ്രോപ്പർലി എന്നാണ് കേട്ടോ. Okay. ഓക്കെ. Okay. നമുക്ക് നേരത്തെ പറഞ്ഞില്ലേ ഒബ്ജക്റ്റ് വെർബ് ഒബ്ജക്റ്റ് മാനർ ബേസിക്. I do not washing clothes daily. വെരി ഗുഡ്. I do not reading a book daily. റീഡിംഗ് വേണ്ട, ഐ ഡി നോട്ട് റീഡ് മതി. ഐ എൻ ജി ഒക്കെ നമുക്ക് കണ്ടിന്യൂസ് ടെൻസിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പറയാം ഐ ഡി നോട്ട് റീഡ് ഡെയിലി. Okay. I do not walk daily. യെസ്. Okay, sir. Thank. ഓക്കെ. വെരി ഗുഡ്. അപ്പൊ ദിനീഷ പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറയാന്ന് ധൈര്യത്തോട് കൂടിയിട്ട് ആദ്യമായിട്ട് നമ്മുടെ HAT ഒരാളാണ് പറഞ്ഞിരുന്നത്. ഞാൻ പറയാം. ഓക്കെ ദിനീഷ. യെസ്, പറഞ്ഞോളൂ ദിനീഷ. ദിനീഷ. Sir, good afternoon. ഗുഡ് ആഫ്റ്റർനൂൺ. പറഞ്ഞോളൂ ദിനീഷ. Sir, I do not use any makeup. യെസ്, very good. Okay. Variety. I do not use any makeup items. Okay. Very good. I do not like to eat more sweets. Yes. I do not watch TV daily. Yes. I do not finish my meals every day. Yes. I do not wake up early. Yes. I do not wake up properly. Yes. I do not read newspaper daily. Yes. Okay. Appa Dinesh, you have got good awareness about yourself, alle? Yes. നമ്മുടെ കഴിവുകൾ എന്തൊക്കെയാണ് നമ്മൾ അറിയുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ കഴിവില്ലായ്മയെ കുറിച്ചുള്ള ബോധം ഉണ്ടാവല്ലേ, അത് വലിയൊരു അറിവാണ്. യെസ്, വാട്ട് ഐ ക്യാൻ, വാട്ട് ഐ കാൻറ്റ്. ഓക്കെ, വെരി ഗുഡ്. ദിവ്യ പറഞ്ഞോളൂ. ദിവ്യയും രണ്ടാമത് പറഞ്ഞിട്ടുണ്ട് ഞാൻ പറയാമെന്ന്. ഓക്കെ, ഞാനായി ഇത് പറഞ്ഞു. ദിവ്യ പറഞ്ഞോളൂ. Hello. Yes, continue, Divya. Fine, sir. How are you, sir? Okay, continue. I don't say anything to anyone. I don't tolerate anyone ego. I don't know why. I don't like to wake up early in the morning. Yes. Very good. Yes, രണ്ട് രീതികളാണ്. പക്ഷേ ഈ പഠനത്തിന് ഏറ്റവും സഹായിക്കുന്നത് രാവിലെയുള്ള പഠനമാണ് എന്നാണ് പൊതുവെയുള്ള വിവരം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ ദിവ്യ, വെരി ഗുഡ്. ഇനി ആരാണ്? യെസ്, ശൃംഗ. യെസ്, സോറി. ശൃംഗ, റെഡി. ഓക്കെ. ശരിക്കുള്ള പേരെന്താണ്? എന്റെ പേര് വീണ അല്ലേ? ഓക്കെ. അപ്പൊ അതിനകത്ത് കണ്ടിട്ട് വിജയിച്ചാണ്. ഓക്കെ. പറഞ്ഞോളൂ. I do not go to market daily. I do not go to market daily. Okay, I do not use makeup. I do not meet my friend. I do not go to market daily. Yes. I do not iron daily. Okay, okay, Panu, correct. Iron. I do not iron dresses daily. Okay, I do not iron. Okay, very good. Okay. Next step. I do not eat non-veg daily. Yes, I do not take non-veg food daily. I do not teach my children daily. Yes, I do not teach my children daily. Okay, very good. എന്നും നല്ലാറില്ല, വല്ലപ്പോഴും തരാറുള്ളൂ. Okay. Yes.
അത്രേ ഉള്ളൂ അല്ലേ? വെരി ഗുഡ്, വെരി Okay, ഗുഡ്. sir. ഓക്കെ, That's all. വീണ്ടും പറഞ്ഞോളൂ, Okay. കണ്ടിന്യൂ. That's all. That's ഓക്കെ, all. ഓക്കെ, ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, വീണ വെറൈറ്റി ഉണ്ടായിരുന്നു കേട്ടോ. ഓക്കെ, Okay. ഓക്കെ, ഓക്കെ, വെറൈറ്റി ആയിട്ട് വിളിച്ചത്. ഓക്കെ, സോറി പി സോറി. യെസ്, അപ്പൊ ഇനി നമുക്ക് പാലക്കാടുള്ള അക്ഷയോട് ചോദിക്കാം. അക്ഷയ് പറയൂ. ഇതിനോട്ട് വെച്ച് പറയൂ. ഐ ഡു നോട്ട്. ഓക്കെ, ഒരു വരുമെന്ന് വിചാരിക്കാം. ദർശന. ദർശന. അമൃത. യെസ്. ഓക്കെ, ഇനി ആരാണ് ധൈര്യമായിട്ട് മുന്നോട്ട് എന്ന് പറയുന്നത്? ദിക്കിന. ശ്രീലക്ഷ്മി. സനീഷ. Hi, sir. ഞാൻ ഓക്കെ, സനീഷ പറഞ്ഞോളൂ സർ. സനീഷ. I do not like watching serial. യെസ്, കറക്റ്റ് ആണ്. I do not like wear modern dress. യെസ്, വെരി ഗുഡ്. ഐ ഡു നോട്ട് യൂസ് മോഡേൺ ഡ്രസ്. ഓക്കെ. I do not eat non-veg food. ഓക്കെ, ഓക്കെ. I do not like traveling. ഐ ഡു നോട്ട് ലൈക്ക് ട്രാവലിംഗ്. ഓക്കെ, 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 ഓക്കെ. I do not drink tea daily. I do not drink tea daily. Okay. I do not Okay. read books daily. I do not read books daily. Okay. Okay, sir. Very good, very good. Okay, Sanisha, very good, very good. Variety ഉണ്ടായിരുന്നു. Okay, okay. Divya. Divya. Anusri. Anusri. Yes. Nandana. Yes. Shabina. ഹലോ. Yes. പറഞ്ഞോളൂ ദിവ്യ. ദിവ്യ പറഞ്ഞോളൂ. ഹലോ സാർ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നത്. Yes. No problem. ഐ ഡു നോട്ട് റീഡിംഗ് ബുക്ക് ഡെയിലി. ING നമുക്ക് ഒഴിവാക്കാം. ഐ ഡു നോട്ട് റീഡ് എന്ന് പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഐ ഡു നോട്ട് ലൈക്ക് സ്വിമ്മിങ് ഡെയിലി. യെസ്. ഓക്കെ, 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 ഓക്കെ. ഐ ഡു നോട്ട് സ്വീറ്റ് ആൻഡ് സ്നാക്ക് ഈറ്റ് ഡെയിലി. യെസ്. ഐ ഡു നോട്ട് വാച്ച് TV. ഓക്കെ, ഫൈൻ. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ ദിവ്യ, വെറൈറ്റി അല്ലേ, സ്റ്റൈലായിട്ടാണ് സംസാരം. ഓക്കെ, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. ഗുഡ് ആഫ്റ്റർനൂൺ സാർ. പറഞ്ഞോളൂ റീജ. കുഞ്ഞു വഴക്കായിരുന്നു, അതുകൊണ്ട് അന്നേരം അറ്റൻഡ് ചെയ്യാൻ പറ്റാഞ്ഞത്. നോ പ്രോബ്ലം, നോ പ്രോബ്ലം. അതൊക്കെ പറഞ്ഞാൽ മതി. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഇറ്റ്. യെസ്. I do not shopping daily. ഐ ഡു നോട്ട് ഷോപ്പ് ഡെയിലി. I do not junk food daily. യെസ്. ഐ ഡു നോട്ട് യൂസ് ജങ്ക് ഫുഡ് ഡെയിലി. I do not like a coffee. യെസ്. I do not like a eat sweet items. I do not like sweet items. Okay. Okay. Okay, 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 okay. അപ്പൊ രമ്യ പറയുന്നത് I do not like daily cooking. Yes. Okay, 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 okay. Yes. ഇനി നന്ദന, are you ready? റിഫാന. Anusri, are you ready? Yes. Akash.
ഓക്കെ. പറഞ്ഞോളൂ ആകാശ്. ആകാശ് ചെയ്യാത്തൊരു 5 കാര്യങ്ങൾ മുന്നോട്ട് വെച്ച് പറഞ്ഞു. I do not know what is going on. Yes. I do not remember the password. Yes. I do not smoke. Yes. I do not play cricket. Yes. That's all, sir. Okay, very good, very good. Okay, very good, very good. Yes, variety ഉണ്ടായിരുന്നു, variety ഉണ്ടായിരുന്നു. Okay. I know more. Yes, sir. I do not like to study at night. Yes. I do not use mobile phone after 9:30 p.m. Okay. ശബ്ദം കൂട്ടിക്കോളൂ. Okay. I do not take soft drinks daily. Yes. I do not wash my bike daily. Yes. I do not eat fast food daily. Okay. Yes. ഇനി ആർക്കെങ്കിലും ഞങ്ങൾ കാര്യം പറയട്ടെ. നിങ്ങളിത് പറയാനായിട്ടൊരു വേദി കിട്ടുമ്പോഴേ നിങ്ങളിത് പറയണം. 2-3 സെന്റൻസിലുള്ളൂ. നിങ്ങൾ വിചാരിക്കും അത് പറഞ്ഞില്ലെങ്കിൽ ഇപ്പൊ എന്താണെന്ന് വിചാരിക്കും. പക്ഷെ ഇത് നമുക്ക് നൽകുന്ന ഒരു കോൺഫിഡൻസ് ഉണ്ട്. യെസ്, ഇത്രയും ആളുകളുടെ മുന്നിൽ നിന്ന് നമ്മളത് പറയുമ്പോൾ, ഇത്രയും ആൾക്കാരെ കേൾക്കുന്ന രീതി നമ്മൾ പറയുമ്പോൾ അത് നമ്മുടെ കോൺഫിഡൻസ് ലെവല് അത് മാറി വരും. നമുക്ക് ആളുകൾ കൂടുന്ന സ്ഥലത്ത് നമുക്ക് പറയാൻ പറ്റും. നിങ്ങളോട് സ്റ്റേജിൽ കയറി നിന്ന് പറയാൻ പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയൂ. അല്ലെങ്കിൽ പെട്ടെന്ന് നിങ്ങളോട് വന്നിട്ട് ഒരു സ്വാഗതം പറയുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ പറയൂ. യെസ്, അപ്പൊ നമുക്കത് പറയാനായിട്ട് സാധിക്കും. സ്റ്റേജിൽ കയറി താഴേക്ക് നോക്കുമ്പോൾ എല്ലാവരും നമ്മൾ ഉറ്റു നോക്കുന്നതായിട്ട് തോന്നുമ്പോൾ നമുക്ക് വാക്കുകളെടുപ്പ് കിട്ടില്ല. യെസ്, അപ്പൊ അതുകൊണ്ട് ഇതെല്ലാം നമ്മുടെ കോൺഫിഡൻസ് ലെവൽ വർദ്ധിപ്പിക്കുന്നത്. എന്റെ രമ്യ അതങ്ങോട്ട് മറന്നേക്കും, അതിനെക്കുറിച്ച് ചിന്തിക്കുകയേ വേണ്ട കേട്ടോ. ഞാൻ പറയുന്നത് തെറ്റായിരിക്കും വിശ്വാസത്തിൽ പറഞ്ഞേച്ചാൽ മതി. നിങ്ങൾ ധൈര്യമായിട്ട് പറഞ്ഞോളൂ. യെസ്, ധൈര്യം. ഒരു വാക്ക് കിട്ടിയില്ലെങ്കിൽ അത് എന്താണെന്ന് വെച്ചാൽ അങ്ങനെ വിട്ടേര്, ബാക്കി പറഞ്ഞാൽ മതി. ആരും കുറ്റം പറയില്ല. ഐ വിൽ സപ്പോർട്ട് യു മാക്സിമം. ഓക്കെ, നമുക്കിത് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ വേണ്ട. ഓക്കെ. അപ്പൊ നമ്മളിവിടെ പറഞ്ഞത് ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട്. പോകാറില്ല, വരാറില്ല, എടുക്കാറില്ല, ചാടാറില്ല, പാടാറില്ല, പഠിപ്പിക്കാറില്ല എന്നൊക്കെ പറയുമ്പോൾ ഡു നോട്ട് അല്ലെങ്കിൽ ഡസ് നോട്ട് ഉപയോഗിക്കുന്നത് നമ്മൾ പറഞ്ഞു. യെസ്, ഇനി നമ്മൾ ഇത് തന്നെ ഒരു ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ, പതിവായിട്ട് നിങ്ങൾ അത് ചെയ്യാറുണ്ടോ എന്ന് ചോദ്യമായിട്ട് ചോദിക്കാൻ വേണ്ടിയിട്ട് ഈ ഡു അല്ലെങ്കിൽ ഡസ് ആദ്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായിട്ട് മാറുന്നു? ഒരു ചോദ്യമായിട്ട് മാറും. ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ ചോദിക്കാം, ഡു യു നോ മീ? നിങ്ങൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? ഡു യു റിമെമ്പർ മീ? ഡു നമ്മൾ നേരത്തെ പറഞ്ഞത് എടുത്ത് ആദ്യം പറയുന്നു. ഓക്സിലറി വെർബ് ആദ്യം പറഞ്ഞു കഴിയുമ്പോൾ ദാറ്റ് ടേൺ ഇൻടു എ ക്വസ്റ്റ്യൻ. അപ്പൊ നമുക്കിപ്പോ ദിവ്യനോട് ചോദിക്കുമ്പോൾ ഡു യു യൂസ് നോൺ വെജിറ്റേറിയൻ ഫുഡ്? നിങ്ങൾ നോൺ വെജിറ്റേറിയൻ ഫുഡ് ഉപയോഗിക്കാറുണ്ടോ? ഡു യു വാച്ച് TV ഡെയിലി? നിങ്ങൾ എല്ലാ ദിവസവും TV കാണാറുണ്ടോ? യെസ്. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡു വെച്ചിട്ട് 2-3 ചോദ്യങ്ങൾ നമുക്ക് ഉണ്ടാക്കാം. ഡു വെച്ചിട്ട് 2-3 ചോദ്യങ്ങൾ. വേറെ ഒന്നും വേണ്ട, ഡു ആദ്യം പറഞ്ഞിട്ട് ചോദിച്ചാൽ മതി. ഡു യു ഈറ്റ് വെൽ? നിങ്ങൾ നന്നായിട്ട് ഭക്ഷണം കഴിക്കാറുണ്ടോ? ഓക്കെ. കൃഷ്ണപ്രിയ. Yes, sir. ഓക്കെ. റെഡി ആയിട്ട് നിൽക്കട്ടെ, പോലെ. യെസ്. ദിവ്യ. Hello, sir. ഓക്കെ. അപ്പൊ ദിവ്യ റെഡി ആയിട്ട് നിൽക്കാം. അപ്പൊ ഞാൻ സിറ്റുവേഷൻ പറയണം. ഇപ്പൊ നിങ്ങളിപ്പോ 2 പേരും ഈ ക്ലാസ്സിലുള്ളവരാണ്. വളരെ യാദൃച്ഛികമായിട്ട് നിങ്ങൾ തമ്മിൽ കണ്ടുമുട്ടി. നിങ്ങൾ കണ്ടുമുട്ടിയത് ഒരു റെസ്റ്റോറന്റിൽ വെച്ചാണ്. ഓക്കെ. അപ്പൊ ഡു യു എന്ന് തുടങ്ങുന്ന ഒരു 5 ചോദ്യം ദിവ്യനോട് കൃഷ്ണപ്രിയ ചോദിച്ച്, ഡു യു എന്ന് തുടങ്ങുന്ന ഒരു 5 ചോദ്യം കൃഷ്ണപ്രിയോട് ചോദിക്കുക. ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. ദിവ്യ ചോദിക്കുന്നു 5 ചോദ്യം. ദിവ്യയോട് ചോദിക്കുന്നു. സോറി, കൃഷ്ണപ്രിയ ചോദിക്കുന്നു. അത് കഴിഞ്ഞ് ദിവ്യക്ക് ചാൻസ് തരാം.
ഓക്കെ. Okay. അപ്പൊ കൃഷ്ണപ്രിയ ദിവ്യയോട് ഒരു 5 ചോദ്യം ചോദിക്കും. ഡു യു എന്ന് ആരംഭിക്കുന്ന ചോദ്യം. Do you ha- നിങ്ങൾ എന്നെ ഓർമ്മിക്കാറുണ്ടോ? do you remember me? Yes, I do. ഞാൻ വെറൈറ്റി പറഞ്ഞതാണ്, ഇഷ്ടമുള്ള പിടിച്ചോ. ഓക്കെ. Uh, uh, അപ്പൊ ദിവ്യ അതിനൊരു മറുപടി പറയണം. മറുപടി യെസ് എന്നാവാൻ നോ എന്നാവാം. Okay. യെസ് എന്നാണെങ്കിൽ യെസ് ഐ ഡു റിമെമ്പർ, നോ എന്നാണെങ്കിൽ ഐ ഡു നോട്ട് റിമെമ്പർ. ഓക്കെ. Okay, sir. Hi, Divya. Hi. Do How you are you? remember me? No, I don't. യെസ് ഐ നോ. ഓക്കെ ഓക്കെ That's ഓക്കെ. okay. Do you have any car? Yeah, I have it. One card. Okay. Do you have child? Yeah, I have 2 babies. Okay. Do you like to watch movies? Not too much. യെസ്. Okay. Do you like to travel? Yeah, I love to travel. Okay. Do you have any wish to complete? Yeah, I have wish to go Shimla. Oh, Yes. wonderful. That's good. Okay. Okay, thank you. വെരി ഗുഡ് ക്വസ്റ്റ്യൻ. എന്തായാലും വെറൈറ്റി ചോദ്യങ്ങൾ ചോദിച്ചു അല്ലേ? Thank you, sir. Thank you. ചോദിച്ചില്ല. ഓക്കെ ദിവ്യ, നീ ചോദിക്കൂ. Yes, sir. കൃഷ്ണപ്രിയനോട് ചോദിക്കുന്നു. ഡു യു വെച്ചിട്ടുള്ള രണ്ടു ചോദിച്ച ചോദ്യങ്ങൾ വിട്ടോ. Okay. വെറൈറ്റി ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കും. Hello. Hi. Hi. Do you like tea or coffee? I like tea. യെസ്. റെസ്റ്റോറൻറ്റ് കാണുന്നത്. ഓക്കെ. അപ്പൊ നമുക്ക് വേണമെങ്കിൽ അതൊരു ഓർഡർ ചെയ്യാം. Okay. വെരി ഗുഡ്. ഓക്കെ. Okay. What do you want to eat? Sadhya. യെസ്. Can I? In the restaurant? Okay. രമ്യ നേരത്തെ പറഞ്ഞില്ലേ തെറ്റിപ്പോകുന്നുള്ളതിനെ കുറിച്ച് മറക്കുക. ഇതുപോലെ തെറ്റിക്കോട്ടെ, നോ പ്രോബ്ലം. ധൈര്യമായിട്ട് അങ്ങോട്ട് പറയാ. യെസ്. ഓക്കെ. Do you like drive? Yeah, I like to drive scooty. Just scooty, only scooty. യെസ്. Okay. Do you have babies? Yeah, I have 2 babies. Okay. May I know their name? Gauri Nanda and Madhav. Do you have siblings? Yeah, I have a brother. Okay. Elder or younger? Younger brother. ചോദിക്കുക. Do you? ചോദിക്കുക ദിവ്യ. Okay. Okay. And do you like to read books or novels? Magazines? I like to read Balarama. യെസ്. കുട്ടികളുടെ മനസ്സാണ് അല്ലേ? യെസ്. വെരി ഗുഡ്. That's more funny, sir, I think. ഓക്കെ. വെരി ഗുഡ്. ഓക്കെ ദിവ്യ. വെരി ഗുഡ്. ഓക്കെ കൃഷ്ണപ്രിയ. യെസ്. വെരി Thank you, sir. ഗുഡ്. Thank you so much. ഇനി രണ്ടുപേർക്ക് ഇതുപോലെ വരാം. സാറേ ഞാൻ റെഡി എന്ന് പറയാറുണ്ടെങ്കിലും കേട്ടോ. ഒരാള് ഞാൻ റെഡി. പിടി. നിങ്ങൾ ഇതിനൊക്കെ എങ്ങനെ ഉഷാറാവോ? ഒരാളെ വഴിയിൽ വെച്ച് നിങ്ങൾ കണ്ടു. 2 വാക്കൊന്നും ഇംഗ്ലീഷിൽ പറയണ്ടേ? ഹലോ, ഹൗ ആർ യു മൈ ഡിയർ? യെസ്. നിങ്ങൾ ചോദിക്കണ്ടേ? ധൈര്യസമയം വരും. രമ്യ, ആർ യു റെഡി? പറയുന്നത് തെറ്റുപോകുന്നുള്ള ടെൻഷനേ വേണ്ട. ഡു യു വെച്ച് നമ്മൾ ചോദിക്കുന്നു. ഡു യു ലൈക്ക് കോഫി? ഡു യു ലൈക്ക് ടീ? ഡു യു വാണ്ട്? യെസ്. ആരാണ് അടുത്ത ധൈര്യമായിട്ട് വരുന്നത്? ഓക്കെ. അപ്പൊ ആരും വരുന്നില്ലെങ്കിൽ ഞാൻ തന്നെ വിളിക്കാം. ഓക്കെ. ഒരാളെ ഡിഗിന, ആർ യു റെഡി? Yes, sir. റെഡി. ഞാൻ നേരത്തെ ഡിഗിനെ വിളിച്ചായിരുന്നു. ഓക്കെ. വെരി ഗുഡ്. Yes, sir. I am in job, sir. ഓക്കെ. ഇനി ഡിഗിനേക്ക് ഒരു പേര് കൊടുക്കാനായിട്ട് ആരാ? ദിനീഷ, ആർ യു റെഡി? Yes, sir. ഓക്കെ. വെരി ഗുഡ്. അപ്പോ ദിനീഷയോട് 5 ചോദ്യങ്ങൾ ചോദിച്ചോളൂ.
നിങ്ങൾ രണ്ടുപേരും ഒരു റെസ്റ്റോറൻറ്റ് വെച്ച് കണ്ടുമുട്ടുന്നു. നിങ്ങളുടെ കോൺവെർസേഷൻ ആരംഭിക്കുന്നു. ഈ ഡു യു എന്നുള്ള ചോദിക്കുന്ന കൂട്ടത്തിൽ നിങ്ങൾക്ക് വേണേൽ വേറെ കാര്യങ്ങളൊക്കെ ചോദിച്ചോട്ടോ. ഡു യു ഞാൻ ഒരു എക്സാമ്പിൾ വേണ്ടി പറഞ്ഞാൽ മാത്രം. Continue. Dinisha, do you like this restaurant? Yes, I like very much. Yes. Oh, okay. What I ordered for you? What dish do you like? Anything, tea or coffee? Tea or coffee? Anything. Tea? Okay. Okay. Only tea? I don't like hello? Waiter വിളിച്ചിട്ട് ഓർഡർ ചെയ്യും. Waiter, please come to our table. Yes. Okay. Please give me 2 coffee and 2 puffs. Dinisha, do you like puffs? Krishna, I need egg puffs only, okay? Okay. Waiter, please bring 1 chicken puffs and 1 egg puffs. Yes. Dinisha, do you like our English classes? ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഞാൻ പ്രതീക്ഷിച്ച ക്വസ്റ്റ്യനാണ്. Do you like our English class, Dinisha? I am a housewife. What? I cannot understand. Dinisha, do you like our English class? I like very much that English class because that is the opportunity of our increasing the level of English. That is the best opportunity. That's the ഡിനിഷ ക്വസ്റ്റ്യൻ പിടികിട്ടില്ലെന്നോ? ഡിനിഷ ചോദിച്ച ചോദ്യം ഇല്ല മനസ്സിലായില്ലേ? സാർ, ഇല്ല. ദിവ്യ ചോദിച്ചത് ഇംഗ്ലീഷ് ക്ലാസ് ഇഷ്ടമാണോ എന്നാണ് ചോദിച്ചത്. Yes, I like those very much. എനിക്ക് തോന്നുന്നു ഒരു 10 വയസ്സ് കുറയും സാറിന്റെ ക്ലാസ്സിൽ ഇരിക്കുമ്പോഴേക്കും. Yes. Okay. That's good. കാരണം ഒച്ച പഠിപ്പിക്കാൻ നമ്മൾ ഓരോരുത്തരെ പഠിപ്പിക്കുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ജോ സാറിന്റെ ക്ലാസ്. Yes. Okay. Thank you. Yes. Oh, that's good. Okay, Dinisha, you ask 5 questions to Digina. Okay. Hi, Krishna. Hi. Hello. Hi, Dinisha. Krishna, your dress is very beautiful. I like. Thank you. Do you like coffee? Yes, I like coffee. I like Nescafe coffee. More love. Good. You have 5 rupees. I drink every day 2 times Nescafe You coffee. have 5,000 rupees. You have 5,000 rupees in your purse. 5,000 rupees in Yes. purse? No. Okay, no problem. Do you now organize your home? But I cannot understand the question. Do you love organize your home? Do you love? Organize your home. Organize your home. Yes. Okay. Do you like to fulfill your dreams? Do you fulfill your dreams? Your wish. Fulfill your dreams? And your wish. My wish? My dream? Yes. Okay. Do you Your like wish to- and your Oh, my dream. My dream is now I am working in Israel. It's a good job. My wish is I will work in United States, New York. Okay, beautiful. Migrate to United States. Beautiful. Do you complete your work today? So I take this course for the migrate to United States. Okay. Do you Administrative complete your course. work today? Ma?
Do you complete your work today? Work today? No. I am still working. Okay. Thank you, sir. Thank you, Krishna. Okay, Nice very good. Okay, conversation. Dinisha, okay. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. Okay, very good. Thank you, Okay, sir. okay, Dinisha, your performance that was very wonderful. I appreciate both of you. Okay, yes. അപ്പൊ ഇതെല്ലാം കാണുമ്പോഴേ മറ്റുള്ളവർക്ക് തോന്നുന്നത് എന്താണ്, ഞാനും പറയാം, എനിക്കും പറയണം എന്ന് തോന്നൽ വേണ്ട. യെസ്, പറയുന്നതിന് തെറ്റിക്കോട്ടെ. ഓക്കെ അമൃത, ഞാൻ കണ്ടു. യെസ്, അമൃതക്ക് പറ്റിയൊരു പേരിനാണ് ഞാൻ നോക്കിക്കൊണ്ടിരുന്നത്. ഓക്കെ. യെസ്, വെരി ഗുഡ്. യെസ്, ഐ കോൾ യു റീജ. യെസ്, റീജ ഇല്ല. റീജ നേരത്തെ ഒന്നായിരുന്നല്ലോ. ഓക്കെ, അനുമോൾ. ഓക്കെ, ഇത് ശബ്ദത്തിൽ പറഞ്ഞോട്ടെ അനുമോള്. അനുമോളോട് നമ്മുടെ അമൃത ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കും. അമൃത, കമോൺ. What time do you usually wake up? What? What time do you usually wake up? എപ്പോഴാണ് രാവിലെ എത്ര മണിക്ക് എഴുന്നേൽക്കുന്നത് ചോദിച്ചു. യെസ്, പറഞ്ഞോളൂ. Morning 6:30. Okay. Do you have any pets? No. Okay. Do you enjoy reading books? Yes, I like to read books. Okay. What do you usually eat for breakfast? യെസ്, വെരി ഗുഡ്. Okay. What do you like to do in your free time? മറുപടി കേട്ടില്ലല്ലോ അനുമോള്. വാട്ട് ഡു യു ഈറ്റ് യൂഷ്വലി ഫോർ ബ്രേക്ക്ഫാസ്റ്റ്? രാവിലെ എന്താണ് സാധാരണ കഴിക്കുന്നത്? Normally for breakfast. ഓക്കെ, അതെ, പതർച്ചിട്ട് അനുമോള് മൊബൈലിൽ അഡ്ജസ്റ്റ് ചെയ്ത് പിടിക്കുക. ഓക്കെ, പറഞ്ഞോളൂ. അമൃത, കണ്ടിന്യൂ. Okay. Sir, clear ആവുന്നില്ല. ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ അമൃത? സാറ് പറയുന്നത് കേൾക്കുന്നുണ്ട്. അനുമോള് ഒന്ന് എവിടെയാണ് നിൽക്കുന്നത് കുറിച്ച് ഒരു റേഞ്ച് കൊടുത്തിട്ട് നിന്ന് അനുമോളുടെ ശബ്ദം വരുമ്പോ ക്ലാരിറ്റി കുറവുന്നുണ്ട്. ഒന്ന് ഫാൻ ഇട്ടിട്ടുണ്ടോ അവിടെ? അതൊന്ന് ഓഫ് ചെയ്ത് പറഞ്ഞു നോക്കിയാൽ ക്ലിയർ. യെസ്, 2 മിനിറ്റ് മതിയല്ലോ. യെസ്, പറഞ്ഞേ അനുമോള്. Hello. ക്ലിയർ ആയില്ലേ? What do you ചോദിച്ചോളൂ അമൃത, ചോദിച്ചോളൂ. for breakfast? പുട്ട്, കടല. യെസ്, Okay. ഓക്കെ. രമ്യ, ഇതുപോലെ കടലയുടെ ഇംഗ്ലീഷ് കടല. യെസ്, ഓക്കെ. What do you like to do in your free time? Actually, What do you like to do when you get free time? Okay, ദിനീഷ, ആരുടെ ശബ്ദമാണ് കേൾക്കാത്തത്? അനുമോളുടെ ആണോ അല്ലെങ്കിൽ അമൃതയുടെ ആണോ? ദിനീഷ. I like to listen to songs. Yes. Okay, sir. Okay, അനുമോൾ. ഇനി അമൃതനോട് ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കണം. ആരാണ് ധൈര്യസമേതം വരുന്നത്? അമൃതയോട് ഒരു 5 ചോദ്യങ്ങൾ ചോദിക്കാനായിട്ട്. Who is ready to ask 5 questions to? Okay, Raji S. Pillai. Raji, yes, come on. Amrita, you be ready. Raji is going to ask you 5 questions. Okay. Yes, Raji, continue. Hello. Raji, okay. Hello. Audio ശബ്ദം കുറവാണ് രാജി. Hello. Okay. കേൾക്കാം. Continue. Hi, Amrita. Hello, Amrita. Amrita. ഉണ്ട്, കേൾക്കുന്നുണ്ട് സാർ. Do you wash clothes daily?
Yeah. I watch daily flow. Do you pray daily? No. Yes. Do you like dancing? Clear idea. Do you like dancing? Yeah, and I like dancing, but I am a small singer. Yes. Which type of sing or song? Carnatic songs, melody songs. That's all. Where do you live? No, clear idea. Where do you live? Where do you live എന്നാണ് ചോദിച്ചത് രാജി? അതെ sir. Where do you live? എവിടെയാണ് ജീവിക്കുന്നത് എന്നാണ് ചോദിച്ചത്. I'm from district ആണ് ഉദ്ദേശിച്ചത്. അതല്ലേ അപ്പം മതി. I'm from Hello. Yes. Hello. I am from Kollam. Yes, she is from Kollam. Okay. Continue. Me too. Okay, same. Oh, very good. Do you learn music? Oh, clear idea. Do you learn music? Do you learn music? കട്ടായി കേൾക്കും. സാറ് പറയുന്നതും മറ്റേ കുട്ടി പറയുന്നതും കട്ടായി കേൾക്കുന്നേ. എല്ലാവർക്കും അങ്ങനെയാണ് പ്രോബ്ലം. അമൃതയ്ക്ക് ആ ഒരു പ്രോബ്ലം ഉണ്ട്. ബാക്കിയുള്ളവർക്ക് യെസ്. അതെ, ദിനീഷിക്കും അതാണ്. ഹലോ, കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട്. യെസ്. Do you learn music? Yeah. Okay, sir. Good. നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ആയിരിക്കും. ഓക്കെ. അമൃത രാജേഷ് പിള്ളൈ. യെസ്, ഓക്കെ. അപ്പൊ നെറ്റ്വർക്കിന്റെ ഇഷ്യൂ ഉള്ളതുകൊണ്ട് ഞാൻ നിങ്ങളോട് വീണ്ടും ചോദിച്ചു പറയിപ്പിച്ചില്ല. അപ്പൊ നമ്മളിത് സിമ്പിൾ പ്രസന്റ് ടെൻസിന്റെ പോസിറ്റീവ് ആയിട്ടുള്ളതും നെഗറ്റീവ് ആയിട്ടുള്ളതും ക്വസ്റ്റ്യൻ മോഡലുള്ള വാചകങ്ങളെ കുറിച്ചാണ് പറഞ്ഞത്. ഞാൻ നിങ്ങളുടെ വൊക്കാബുലറിയുമായി ബന്ധപ്പെട്ട് ഒരു 2-3 ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ഞാൻ അന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ചോദിച്ചു ബി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന രീതിയിൽ നിങ്ങളോട് കുറച്ച് ആൻസർ പറയാൻ പറഞ്ഞു. ഇനി ഞാനതൊന്ന് മാറ്റി പറയാണ്. ബി എന്നുള്ളതിന് പകരം ആർ എന്ന് പറയുന്നത് റെഡ്, RED റെഡ്. ഡി എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്ന ബി അല്ലേ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചത് അല്ലേ? യെസ്. Now I ask you R means red. Okay. The first question. Type here. ആദ്യത്തെ 3 പേരെ ഞാൻ പരിഗണിച്ചേക്കാം കേട്ടോ. യെസ്. The first question. The arch of colors in the sky. Okay, Amrita. Arch of colors in the sky. നിങ്ങളുടെ ആൻസർ ഡിയിൽ ആരംഭിക്കുക. ആർ എന്ന് പറയുന്ന ലെറ്ററിൽ ആരംഭിക്കണം എന്നാണ് പറഞ്ഞത്. ഓക്കെ. കൃഷ്ണപ്രിയ, കറക്റ്റ് ആൻസർ. കൃഷ്ണപ്രിയ, രാജി ആൻഡ് സ്നേഹ. കൃഷ്ണപ്രിയ, രാജി, സ്നേഹ. Okay, answer is rainbow. Yes. Next question. Water. You know what beauty is? Water droplets falling from cloud. Water droplets. Krishnapriya, Rashmi, Dinisha. Krishnapriya, Rashmi and Dinisha. Yes. Very good. That is what is called rain. Next question. A circular gold branch worn, WORN, worn on a finger. A circular
gold branch worn on a finger. Amrita, Afleela, Anumol. Amrita, Afleela, and Anumol. Is the correct answer? That is called ring. Okay, okay, okay. Yes. Okay. Yes. Next question. A thick carpet that covers a small area. Okay, okay, okay. I will. Okay, idea. A thick carpet that covers a small area. Answer ഇവിടെ നിൽക്കുന്നില്ല. കട്ടായിക്കോട്ടെ. ദിവ്യ, അനിയ. Yes. Okay. Rifana. Rifana. നമുക്കിനി ആൻസർ മാർക്ക് രേഖപ്പെടുത്തുന്നത് നിങ്ങൾ ആരെങ്കിലും ഏൽപ്പിക്കേണ്ട. യെസ്. അടുത്തത് a small machine that control TV. Remote. A small machine that control TV. Vaishnavi, Digna, Rafina. അതെ, ഇതിന്റെ അകത്ത് ഇങ്ങനെ ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട്. കാരണം വൈഷ്ണവി, യെസ്. അടുത്ത ചോദ്യം. എ തിക്, തിക് സ്ട്രോങ് കോഡ്, CORD. I will repeat. A thick strong cord made by distinct, TWIST, distinct strands, STRANDS, strands together. I will repeat. A thick strong cord, Snehendu. Yes. Snehendu there. Yes. Okay, 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 okay. അപ്പൊ ഇന്ന് ഈ മാർക്ക് രേഖപ്പെടുത്തിയതിനൊക്കെ ചെറിയ അപാകതകൾ ഉണ്ടാവട്ടെ. കാരണം എനിക്ക് വായിക്കുന്നതിന് മുമ്പ് വരെ വായിച്ചു പോവുകയാണ്. സ്നേഹേതു നേരത്തെ ഒരു ആൻസർ പറഞ്ഞതല്ലേ? ഓക്കെ, ഓക്കെ. സ്നേഹേതു. യെസ്. ഓക്കെ, ഓക്കെ, ഓക്കെ. അടുത്തത്. എലിവേറ്റഡ് ട്രാക്ക് റൈഡ്സ്. I will repeat. Elevated track rides in amusement park. In amusement park. Ride അല്ല, അതിന്റെ വേറൊരു പേരും കൂടി ഉണ്ട്. ഓക്കെ. അമൃത, സ്നേഹേന്ദു, ശൃംഗം. അമൃത, സ്നേഹേന്ദു, സിൻഹ നേരത്തെ വന്നില്ലല്ലോ. യെസ്. ഓക്കെ, 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 ഓക്കെ. യെസ്. ചോദ്യം. എ മെഷീൻ resembling a human. A machine resembling a human doing Sringa, Amrita, Snehendu, complex task. Yes. ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് അയക്കുമ്പോഴേ ആദ്യം വരുന്നവരുടെ ആൻസർ ഒന്ന് ബ്ലിങ്ക് ചെയ്തിട്ട് അങ്ങോട്ട് പോവുകയാണ്.
അപ്പൊ അത് എനിക്ക് റീഡ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഇന്ന് നമ്മൾ മാർക്ക് രേഖപ്പെടുത്തിയതിലൊക്കെ മിസ്റ്റേക്ക് ആയിരിക്കും. യെസ്, ഓക്കെ. ഞാൻ അതുകൊണ്ട് മാർക്ക് രേഖപ്പെടുത്താനുള്ള വെറുതെ ചോദിക്കണേ. എ കോമ്പറ്റീഷൻ ബിറ്റ്വീൻ runners, horses or vehicles. Okay, race ആണ് correct answer. RACE, race. Okay, race. That's the correct answer. Okay, ഇനിയും ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മൾ ഇന്നത്തെ നമ്മുടെ നെറ്റ് ഇഷ്യൂടെ ആയിരിക്കും ഒന്ന് ക്ലാരിറ്റി കുറവായതുകൊണ്ട് ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് ഇന്ന് പോയിന്റ് കൃഷ്ണപ്രിയക്ക് കിട്ടിയിട്ടുണ്ട്, സ്നേഹത്തിന് കിട്ടിയിട്ടുണ്ട്, ദിനീഷിന് കിട്ടിയിട്ടുണ്ട്, അനുമോള്, റഫീന, സിൻഹ, രാജി, ലക്ഷ്മി, അമൃത, അഫ്ലീല, ദിയ, ആനിയ, വൈഷ്ണവി. ഞാൻ രേഖപ്പെടുത്തിയതിൽ മിസ്റ്റേക്ക് ഇത് കാണും, ഈ പറഞ്ഞ പ്രോബ്ലം കാണാം. ഓക്കെ, രേഖപ്പെടുത്തിയതിൽ കൂടുതൽ മാർക്ക് വന്നിട്ടുള്ളത് സ്നേഹത്തിനാണ്. ഓക്കെ, വെരി ഗുഡ്. അപ്പൊ നമ്മളിന്ന് അടുത്ത പ്രാവശ്യം നമുക്ക് കുറച്ചുകൂടി ക്ലാരിറ്റി വേണ്ടി ചെയ്യാം. നിങ്ങളിൽ ആരെങ്കിലും തരം മാർക്ക് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് നിർത്താം. സോ we will meet in the next class. So we were discussing about simple present tense, അതിന്റെ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇന്ററോഗേറ്റീവ് മോഡിലുള്ള മാറ്റങ്ങളെ കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്ത് അടുത്ത ക്ലാസ്സിൽ അടുത്തൊരു ടെൻസിനെ കുറിച്ച് നമുക്ക് കാണാം. അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞു കഴിയുമ്പോൾ കുറച്ചുകൂടി ആളുകൾ സജീവമായിട്ട് പങ്കെടുക്കുക. ഇത് നിങ്ങൾക്ക് പിന്നീട് ഒരു കോൺഫിഡൻസ് ലെവലിൽ നിങ്ങൾ വർദ്ധിക്കേണ്ട കാരണമാകും. Yes, okay. Very good. Okay, we will meet in the next class. Okay. Thank you, sir. Thank you, sir. Okay. Thank you, sir. Okay. Thank you.